സംസ്ഥാന സർക്കാരും ഫിഷറീസ് ഉദ്യോഗസ്ഥരും മത്സ്യബന്ധന മേഖലയെ ഇല്ലായ്മ ചെയ്യുകയാണെന്ന് തൊഴിലാളികൾ. ഇന്ധനവില വർധനവും ഉദ്യോഗസ്ഥ പീഡനവും കാരണം കടലിൽ പോകാൻ കഴിയാത്ത അവസ്ഥയെന്നാണ് പരാതി. പലരും മത്സ്യബന്ധന മേഖല തന്നെ ഉപേക്ഷിച്ചു. പൊന്നാനിയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം അഷ്കർ അലി കരിമ്പ ചേരും. കടൽ ഖനനമടക്കം ഒരുപാട് ആശങ്കകൾക്കിടയിലാണ് മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് അവർ ബോട്ടുടമകളാണെങ്കിലും മത്സ്യത്തൊഴിലാളികളും നിരവധി കാര്യങ്ങൾ കൊണ്ടാണ് അവരുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഫിഷിംഗ് ബോട്ട് കടലിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് ലൈസൻസ് ക്ഷേമനിധിയിൽ അടക്കണം. ഇവിടുത്തെ കേരള സർക്കാരിൻ്റെ നയം മത്സ്യത്തൊഴിലാളികളെ എല്ലാവരെയും അല്ല, രണ്ട് വിഭാഗം മത്സ്യത്തൊഴിലാളികളാണ് കേരളത്തിൽ. ഒന്ന് ഒന്നാം തരം പൗരന്മാരെന്ന് പറഞ്ഞിട്ട് പരമ്പരാഗത വഞ്ചിക്കാരെന്നിട്ട് ഒന്നാം തരം അവരുപയോഗിക്കുന്നതും ഇന്ന് ഹൈടെക് ഇഞ്ചിൻ വെച്ചിട്ടാണ്. ഇന്നത്തെ ഹൈടെക് യുഗത്തിൽ എന്തെല്ലാം സാമഗ്രികളുണ്ട് അതെല്ലാം ഉപയോഗിച്ചിട്ടാണ്. അവരും മത്സ്യത്തൊഴിലാളികൾ തന്നെ. ഞങ്ങളും ചെറിയ ഈ ബോട്ടുകൾ വലുതാക്കിയിട്ട് ഞങ്ങളും മത്സ്യത്തൊഴിലാളികൾ. ഞങ്ങൾക്ക് സബ്സിഡികളോ മറ്റു കാര്യങ്ങളോ ഇല്ല. കേരളത്തിലെ ഈ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്രം KMFR ആക്ട് പ്രകാരം പറഞ്ഞിട്ടുള്ള കുറച്ച് നിയമങ്ങൾ, ആ നിയമങ്ങൾ കേരളത്തിൽ മാത്രമാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്നത്. മറ്റു 9 സംസ്ഥാനത്തിൽ 8 സംസ്ഥാനം ഈ നിയമങ്ങൾ നടപ്പിലാക്കില്ല. കേരളത്തിൽ കരവലിക്കുമെന്ന് പറഞ്ഞ് പോയി ബോട്ട് പിടിച്ചുകൊണ്ടിരാ, ബോട്ടിനെ പിടിക്കുക. തൊട്ടടുത്ത കർണാടകത്തിൽ ചെന്ന് നോക്ക്, എല്ലാ സ്ഥലത്തും ബോട്ട് ഫ്രീ ആയി വലിക്കുന്നുണ്ട്. ആർക്കും ഒരു ഉപദ്രവമില്ല, അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. വരും കാലങ്ങളിൽ വൻ ബാധ്യതയാണ് ബോട്ട് ഓണേഴ്സിനാണെങ്കിലും അതിപ്പോൾ വർക്കേഴ്സിനാണെങ്കിലും വരാൻ പോകുന്നത്. ഒരുപാട് ബോട്ടുകൾ പൊളിച്ച് വിൽക്കുന്ന ഒരു സാഹചര്യം അത് എത്തിക്കഴിഞ്ഞു. കാരണം ഗവൺമെൻറ് നമ്മൾ കാണുന്നത് എന്തൊരു ഭീകരവാദികളെ പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. കാരണം 2000 അടക്കേണ്ട സാധനം 25,000 എത്തിച്ച്, 1500 3000 അടിച്ച സാധനം 15,000 ഫാമിലിയിൽ എത്തിച്ച്. ഇനിയും എന്തെല്ലാം കൂട്ടാൻ പറ്റും? തെറ്റായ നിലപാടുകൾ സ്വീകരിക്കണം. ഇതുപോലെ തന്നെ കടലിൽ വെച്ചിട്ട് ഇതുപോലുള്ള ബോട്ടുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ബുദ്ധിമുട്ടിച്ച ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റും ഭരണകൂടം. കാരണം മരണപ്പെട്ട ആളുകൾക്ക് നീതി കിട്ടില്ല, അവർക്ക് മരണപ്പെട്ടിട്ട് ഒരു ആനുകൂല്യം കിട്ടണില്ല, കുടുംബങ്ങൾ പട്ടിണിയാണ്, ബോട്ട് പൊളിക്കപ്പെടുന്നു. ഈ ബോട്ട് മേഖല മൊത്തം തകർത്ത് തരിപ്പണാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാർ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മേഖല ഒന്നല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കണം. ഫിഷിംഗ് മേഖല ഞങ്ങൾക്ക് വേറൊരു തൊഴിൽ കാണിച്ചു തരണം. കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഓരോ ദിവസം കരഞ്ഞുകൊണ്ടാണ് കടലിൽ പോകുന്നത്, പട്ടിണിയിലാണ്. വലിയ ആശങ്കകളാണ് ഇവിടുത്തെ ബോട്ടുടമകളാണെങ്കിലും മത്സ്യത്തൊഴിലാളികളാണ് പങ്കുവെക്കുന്നത്. ഇതിന് പ്രധാനമായും പറയുന്നത് ഈ ഇന്ധന വിലയും അതുപോലെ തന്നെ ബോട്ടുകളിൽ നിന്ന് ഉടമകളിൽ നിന്നും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളിൽ നിന്നൊക്കെ പിടിച്ചു വാങ്ങുന്ന ഫീസ് ഇനങ്ങളും പലിശകളും ഒക്കെ തന്നെ അത് വലിയ തോതിൽ ഇവർ സാമ്പത്തികമായി ഞെരുക്കുന്നു. മാത്രമല്ല അവർ കടങ്ങളിലേക്ക് തള്ളിവിടുന്നു എന്നുള്ള ആശങ്കയാണ് മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് കേരളയ്ക്കൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.